പിടിയാനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കോന്നി ചെങ്ങറ സമരഭൂമിയിലാണ് സംഭവം. സമരഭൂമിക്ക് മുന്നിലൂടെ ഒഴുകുന്ന അരുവിയിലായിരുന്നു ജഡം കിടന്നിരുന്നത്. ഉടൻ തന്നെ സ്ഥലവാസികൾ വനപാലകരെ വിവരമറിയിച്ചു. രണ്ടാഴ്ചയോളമായി ആന പരിസരത്തുണ്ടായിരുന്നെന്നും എല്ലും തോലുമായ അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നതെന്നും നാട്ടുകാർ. നിരന്തരമായി കാട്ടാന ശല്യമുള്ള മേഖലയാണ് ഇവിടം. മുൻപും സമാനമായ രീതിയിൽ കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചിലതിന്റെ താടിയെല്ല് തകർന്ന നിലയിലായിരുന്നു. തോട്ടങ്ങളിലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ നായ്ക്കളെ എത്തിച്ച് വനപാലകർ പരിശോധന നടത്തിയിരുന്നു. തീറ്റയെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പരിക്ക് പിടിയാനയ്ക്ക് പറ്റിയിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. പുത്തനത്താണിക്ക് ഇനി പൊൻദിനങ്ങൾ. പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ 25 കാലത്ത് 9:30. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് ഉടൻ സമ്മാനങ്ങളുമായി ഉടൻ പണം ഫെയിം കല്ലുവും മാത്തുവും നിങ്ങളെ നേരിൽ കാണാൻ എത്തുന്നു. കൂടാതെ സഹജ മലപ്പുറം നയിക്കുന്ന സംഗീത വിരുന്നിലേക്കും ഏവരെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ. ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് 30,000, 20,000, 10,000 രൂപയുടെ പർച്ചേസ് വൗച്ചർ സമ്മാനം. തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് പണിക്കൂലി തിരികെ നൽകുന്നു. ഇതിനു പുറമെ മറ്റു ഓഫറുകൾ വേറെയും. ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. പവൻ ഗോൾഡ് ലൈറ്റ്, സ്റ്റാർ കോംപ്ലക്സ്, തിരുനാവായ റോഡ്, പുത്തനത്താണി. ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.